ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് കുറേ അധികം കോട്ടയത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് കളിക്കുകയായിരുന്നു. അതിൽ ഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് അരുവിക്കുഴി വാട്ടർഫാൾസാണ് കേട്ടോ. അത് DTPCയുടെ കീഴിലുള്ള അരുവിക്കുഴി വാട്ടർഫാൾസാണ്. അപ്പോൾ അവിടെ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം പോയത്. ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വേണം കേട്ടോ താഴേക്ക് ചെല്ലാനായിട്ട്. ഈ വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വാട്ടർഫാൾസ് തന്നെയാണ്. അത്യാവശ്യം ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. ഒരുപാട് നമുക്ക് റിസ്ക്കി ആയിട്ടുള്ളത് തോന്നുന്നില്ല. റിസ്ക്കി ആയിട്ടുള്ള പ്ലേസുകളിൽ അവർ ബോർഡാക്കി വച്ച് വള്ളിലേക്കും കെട്ടി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങോട്ട് ഇറങ്ങാനുള്ളതുകൊണ്ട് തന്നെ അത്ര അപകടം ഉള്ള പ്ലേസ് അല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇഷ്ടം പോലെ ആളുകൾ വന്ന് കുളിക്കുകയും ഇതൊക്കെയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. എന്തായാലും പാത്തൂരുണ്ടെങ്കിൽ അതിൽ ഒന്ന് പോയിക്കോ. ഇത് നമ്മുടെ കോട്ടയം പള്ളിക്കത്തോട് റൂട്ടിലാണ് വരുന്നത്. ഏതായാലും റോഡ് സൈഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തപ്പെടാനും പറ്റും. അങ്ങനെ യാത്രയാണെങ്കിലും നമ്മുടെ സ്കൂളിലെ യാത്രയാണ്. എന്തായാലും എനിക്ക് ഇതൊരു നല്ലൊരു ഫോട്ടോഷൂട്ടിനെങ്കിൽ പറ്റിയൊരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. അവർ കുറച്ച് അവിടെ നടയായിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റേജൊക്കെ പോലെ ഇത് ടയലാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് കയറി ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഏതായാലും അത് എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടാണത്. ഇപ്പം പിന്നെ അധികം ആളുകളൊന്നും അങ്ങോട്ട് ചെല്ലണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സൈഡൊക്കെ മൊത്തത്തിൽ പുല്ല് പിടിച്ചും മുകളിലായ കാട് പിടിച്ചും കിടക്കുകയാണ്. എന്നാൽ ഇതൊക്കെ നന്നായിട്ട് ടയലൊക്കെ ഇട്ട നല്ല അടിപൊളി പ്ലേസ് ആക്കിയിട്ടാണ് ഭാഗങ്ങളുണ്ട്. ഏതായാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസുമാണ്. അതുകൊണ്ട് പാത്തോറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആ കാര്യത്തിൽ ഒരു മാറ്റമില്ല. ഇനി നമ്മൾ ഇവിടെ നിന്നും അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. അടുത്തൊരു പ്ലേസ് ചാത്തൻപാറ വാട്ടർഫാൾസാണ്. പിന്നെ അവിടെ നിന്ന് പോയിട്ട് വേണം നമുക്ക് ഊണൊക്കെയും കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് കയറുകയാണ് ഗൈസ്. തിരിച്ച് കയറുകയാണ്. നല്ലൊരു പ്ലേസാണ് കേട്ടോ. നിങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പാത്തോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോണേ. അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. കോട്ടയംകാർക്ക് ഇത്രയും നല്ല അടിപൊളി പ്ലേസൊക്കെ നമുക്ക് എന്തായാലും നല്ല സൂപ്പർ പ്ലേസാണ്. ഞാൻ ഇന്ന് എന്തായാലും കോട്ടയത്തുള്ള മിക്ക പ്ലേസുകളും കവർ ചെയ്യാൻ പോകും. എനിക്ക് പറ്റുന്നിടത്തോളം പ്ലേസുകൾ ഇന്ന് ഞാൻ കവർ ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഇന്ന് തിരിച്ച് കോതമംഗലത്തിന് പോകുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത പ്ലേസ് നമുക്ക് ചാത്തൻപാറ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോട്ടെ കേട്ടോ. ഈ വാട്ടർഫാൾസിനാണ് ചാത്തൻപാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ചാത്തൻപാറ വാട്ടർഫാൾസ് അങ്ങനെ വലിയ വാട്ടർഫാൾസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആളുകളൊന്നും വരുന്നില്ല. ഇതാണ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലൊരു വാട്ടർഫാൾസ്, ചാത്തൻപാറ വാട്ടർഫാൾസ്. പാറയുടെ ഒരു പ്രത്യേകത എന്താണോ ഇതിനെ ചാത്തൻപാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു. അല്ലോ ഓക്കെ, ചാത്തൻപാറ വാട്ടർഫാൾസ്. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൂടുതലും ഇതുപോലുള്ള തൊട്ടടുത്തടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഊണ് നമ്മൾ ഒരു ബാർ റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാമെന്ന് വെച്ചു. അതാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകാത്തേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ കയറിയണ ഹോട്ടൽ എന്ന് പറഞ്ഞത് പാർക്ക് റെസിഡൻസി ലക്ഷറി ഹോട്ടലാണ്. ദ വില്ലേജ് മൾട്ടി കുഷൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ മീൽസായിരുന്നു കഴിക്കാൻ കയറി. പക്ഷേ മീൽസ് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ ചിക്കൻ ദം ബിരിയാണിയാണ് ഇപ്പോൾ കഴിക്കണേ. നമ്മൾ കഴിച്ചിട്ട് വിശേഷങ്ങളിലേക്ക് പറയാം. ഓക്കെ, ഇത് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാർസൽ ചെയ്യേണ്ടി വരുമോ എന്ന് അറിയാൻ പാടില്ല. എന്നാലും നമ്മൾ കഴിച്ചു നോക്കട്ടെ. നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും തോന്നുന്നു.
അങ്ങനെ നമ്മൾ ഫുഡായും കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ. നല്ല ദം ബിരിയാണി ആയിരുന്നു. ചിക്കൻ ദം ബിരിയാണി അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 4 മണി കാറ്റെന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. പിന്നെ പേരൂരുള്ള ഒരു തൂക്കുവാലുണ്ട്, അവിടേക്കും പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും ഈ ഒരു പോർഷൻ കൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാർക്ക് റെസിഡൻസിലാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിക്കണേ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. ഫുഡ് കഴിച്ച് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്ക് ഇനി 2-3 സ്ഥലത്തൂടെ പോയിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ആനന്ദമേസി ബാറും പിന്നെ തൊട്ട് ചേർന്ന് തന്നെ ഇടവേള ബാറെന്നും പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വന്ന് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ബാറായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിട്ടണത്. ഇപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേക്കും മീൽസ് തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ കയറിയ സമയമായപ്പോഴത്തേക്കും ഒരു ബിഗ് ഫാമിലി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മീൽസ് കിട്ടില്ല. ഞാൻ ബിരിയാണി ആയിട്ട് കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.